സാറ്റിൻ തുണി കൊണ്ടുള്ള ഒരു പ്ലെയിൻ ഉടുപ്പാണത് തയ്ക്കണത്, കുട്ടി ഉടുപ്പ് തയ്ക്കണത്. അപ്പോൾ അതേ തുണീനെ നാലാക്കി നമ്മൾ മടക്കിയിട്ടു. മടക്കിയിട്ടു. ഇനി നമ്മൾ ഇതിൻ്റെ ഇറക്കം നമ്മളെടുത്തു 10 ഇഞ്ച് എടുത്തു. അത് നമ്മളിങ്ങോട്ട് വരച്ചിട്ടു. 10 ഇഞ്ച് വരച്ചിട്ടു. ഇനി ചെയ്യേണ്ടത് കഴുത്തിൻ്റെ അകലം എടുത്തു. കഴുത്തിൻ്റെ അകലം 2 ഇഞ്ച് എടുത്തു. 5 ഇഞ്ച് ഷോൾഡർ എടുത്തു. അതിൻ്റെ അകലം നമ്മൾ ഇവിടെ ഒന്ന് കറക്റ്റ് ചെയ്തേ. ഇവിടെ നിന്ന് 5 ഇഞ്ച് കൈക്കൂലി എടുത്തു. കഴുത്ത് നമ്മൾ ക്യാൻവാസിലാണ് തയ്ക്കുന്നത്. 3 ഇഞ്ച് ബാക്കും 3.5 ഇഞ്ച് ഫ്രണ്ടും. അത് ഇതിൽ വെറുതെ വരച്ചിടണമെന്നുള്ളൂ. ക്യാൻവാസിലാണ് നമ്മൾ തയ്ക്കുന്നത്. ഇനി വണ്ണം നമ്മളെടുത്തു 8 ഇഞ്ച്. 8 ഇഞ്ച് വണ്ണം എടുത്തു. ഇവിടെ നമ്മൾ 7 ഇഞ്ച് വണ്ണം എടുത്തു. ഇവിടെ 1 ഇഞ്ച് കുറച്ചാണ് എടുക്കുക. 5 വണ്ണത്തിനേക്കാളും 1 ഇഞ്ച് കുറച്ച് എടുത്തു. വരച്ചു കൊടുത്തു. ഇവിടെ നിന്ന് ഒരു 1.5 ഇഞ്ച് മുകളിലേക്ക് കയറ്റി. നമ്മുടെ ഷേപ്പാണത്. ഈ ഷേപ്പ് നമുക്ക് ഇവിടെ വി ആണ് ആക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഒരു 2.5 ഒക്കെ കയറ്റേണ്ടി വരും. അപ്പോൾ നമുക്ക് വി വരുത്താനൊക്കെയാണെങ്കിൽ ഇതിപ്പോൾ റൗണ്ടാണ് നമ്മൾ വരുത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് 1.5 ഇഞ്ച് കയറ്റി. ഇനി ഇവിടെ കൈക്കുഴി നമ്മൾ 1 ഇഞ്ചും 1.5 ഇഞ്ചും എടുത്തു. നമ്മൾ ഇതിൻ്റെ പകുതി എടുത്തു, 2.5. അപ്പം നമ്മുടെ ബോഡി പാർട്ട് കഴിഞ്ഞ് ബോഡി പാർട്ട് വെട്ടി കട്ട് ചെയ്യാൻ ആദ്യം നമ്മൾ ബാക്കാണ് വെട്ടുന്നത്. നമ്മൾ ഇവിടെ ഒന്ന് വെട്ടിട്ട് വയ്ക്കും, കഴുത്തിൻ്റെ സ്ഥാനം അറിയാൻ വേണ്ടിയിട്ട്. ഇവിടെയും സെൻറ്ററിലൊന്ന് വിട്ടിട്ട് വെച്ചു. ബാക്ക് പീസ് മാറ്റി ഫ്രണ്ട് പീസ് കുഴിച്ചു വിട്ടു. നമ്മൾ അമ്പറിലാണ് ഇതിൻ്റെ അടിയിലേക്ക് വയ്ക്കാൻ പോണത്. അപ്പോൾ ഇതാണ് ഒരു തുണി പീസ്. അപ്പോൾ ആ തുണി പീസിന് ആദ്യം നമ്മൾ ഇങ്ങനെ മടക്കിയിട്ടാണ്. അപ്പോൾ ഇതിപ്പോൾ ഒരു മടക്കാക്കി 2 പീസായി. ഈ 2 പീസിനെ നമ്മൾ 4ആക്കി മടക്കി നമ്മളിങ്ങനെ മടക്കി. ഇനി 4ആക്കി മടക്കിയിട്ട് അതിനെ നമ്മൾ കോണാക്കിയിട്ടു. അപ്പം നമ്മൾ എന്നിട്ട് 11 ഇഞ്ചാണ് വണ്ണം. അപ്പോൾ ഞാൻ 11, അപ്പോൾ ഞാൻ 7 എടുത്ത് നോക്കണം. 7ഉം 14 എടുത്ത് നോക്കണം. അപ്പോൾ അതിനെയാണ് ഞാൻ മടക്കിയിട്ട് എടുത്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഞാൻ 1.5 ഇഞ്ചിലാണ് ഞാൻ എടുക്കണത്. അപ്പോൾ അതിനെ ഞാൻ 4 ഭാഗമാക്കിയിട്ട് എടുത്ത് നോക്കണം. ഈ 7നെ 4 ഭാഗമാക്കി 1.5 ഇഞ്ച്. അപ്പോൾ ഈ 1.5 ഇഞ്ച് ഇപ്പോൾ ഞാൻ ഇവിടുന്ന് ഇറക്കണുള്ളൂ. ഞാൻ 1.5 ഇഞ്ചിലാണ് എടുക്കണത്. ചെറുതാക്കിയിട്ട് എടുക്കണേ. നമുക്ക് 2 ഇഞ്ചിലും എടുക്കാം. ഇപ്പോൾ ഇറക്കത്തിൽ ഇത്തിരി കൂട്ടിയിടുന്നുണ്ട്. 15 ഇഞ്ച് ഇറക്കത്തുണ്ട്. 14 ഇഞ്ചാണ്, അതിൽ 1 ഇഞ്ച് കൂട്ടി.
ഇതിലാകുമ്പോൾ നമുക്ക് പൊളിയൊന്നും വരില്ലേ. ഞാനിപ്പോൾ അരവണ്ണം കുറച്ചെടുത്ത് നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇനി അരവണ്ണം ബോഡി കൂട്ടിയതിന് ശേഷം അതൊന്ന് കറക്റ്റ് ചെയ്തിട്ട് അതിലേക്കാകുമ്പോൾ ഒന്നും കൂടി ഇറക്കി വെട്ടാം. അതിന് ഞാൻ ഇവിടെ ഇത്തിരി ഇറക്കം കൂട്ടി കൊടുത്തിട്ടുണ്ട്. ആ കൂട്ടി എടുത്ത് നോക്കണത് നമ്മളിവിടെ ചിലപ്പോൾ കൂട്ടുണ്ട് വന്നാലോ എന്ന് വെച്ചിട്ടാണ്. നമ്മൾ ഇവിടെ കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ സൈഡ് അടിക്കേണ്ടി വരും. ഇത് സൈഡ് അടിക്കാണ്ടിരിക്കാനാണ് ഞാനിപ്പോൾ ഇവിടെ അരവണ്ണം കുറച്ചെടുത്ത് നോക്കുന്നത്. അപ്പോൾ നമുക്ക് ബോഡി വണ്ണം കൂട്ടാം. ബോഡി വണ്ണം കൂട്ടിയതിന് ശേഷം അതിൻ്റെ പാകത്തിന് നമുക്ക് ഇതിൽ കുറച്ച് കൂട്ടി വെട്ടാം. അതുകൊണ്ടാണ് ഞാൻ കുറവ് എടുക്കണത് എപ്പോഴും. കുറവെടുത്താൽ നമുക്ക് വെട്ടാൻ പറ്റും, കൂട്ടിയെടുത്താൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാനിവിടെ 2 എടുക്കണത്. ശരിക്ക് 2 എടുക്കാണ്ട് ഇപ്പോൾ 1.5 എടുത്ത് നോക്കണത് അതുകൊണ്ടാണ്. ഇപ്പോൾ ഇത് വെട്ടുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇതിൽ നമുക്ക് പൊളി വരുന്നില്ല, കണ്ട പൊളിയേ വരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത്തിരി കുറവെടുത്തത്. കണ്ട ഇതിപ്പോൾ കറക്റ്റ് ആവും. പക്ഷെ നമുക്ക് ഒന്നുകൂടി കൂട്ടി ഇനി നോക്കിയിട്ട് നോക്കണേ വെട്ടാം. കണ്ട അപ്പോൾ ഞാൻ ഇത്രയിലാണ് വെട്ടിക്കണത്. നമുക്കിത് ഉണ്ടോയെന്ന് നോക്കാം. അത്രയും 10 ഇഞ്ചാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ശരിക്കും വണ്ണം വരുന്നത് 11.5 ഇഞ്ചാണ്. ആ 11.5 ഇഞ്ചിലേക്ക് നമുക്ക് ഒരു സ്വല്പം തന്നെ കൂട്ടി വെട്ടിയിട്ട് അത് ഈ ബോഡി പാർട്ട് കൂട്ടിയതിന് ശേഷം അതിൻ്റെ അളവ് നോക്കിയിട്ട് ഒന്ന് അരവണ്ണം ഒഴിച്ചു കൊടുത്താൽ മതി. അല്ലാത്ത പക്ഷം നമുക്ക് ഈ സൈഡൊക്കെ അടിച്ചു കൊടുക്കേണ്ടി വരും. അതിനാണ് ഞാൻ എപ്പോഴും കുറവിൽ വെട്ടണത്. കൂട്ടി വെട്ടിയാൽ നമുക്കത് ഭംഗി ഉണ്ടാവില്ല. കുറവിൽ വെട്ടിയാൽ നമുക്കത് വണ്ണം കൂട്ടാൻ പറ്റും. അതുകൊണ്ടാണ്. ഇപ്പോൾ അത് ഭംഗിയില്ലേ, കണ്ടില്ലേ, നല്ല കണ്ട. ഇതിൽ നമുക്ക് അടിപ്പൊന്നും വരുന്നില്ല. അപ്പോൾ അത് മനസ്സിലായല്ലോ. ഞാനത് വയ്ക്കാം. ഇനി നമുക്ക് കൈ ഇപ്പോൾ ഇത് നമ്മൾ അമ്പർല വെട്ടിയൻ്റെ ആ കോൺ ഭാഗമാണ് കേട്ടോ. ആ കോൺ ഭാഗത്താണ് ഇപ്പോൾ കൈ വെട്ടാൻ പോകുന്നത്. കൈ നമ്മൾ ഡബിൾ കൈയാണ് വെട്ടാൻ പോകുന്നത്. ഇങ്ങനെ മടക്കി ഇതേപോലെ മടക്കി കോണാക്കിയിട്ട് എന്നിട്ട് നമ്മൾ അതിനെ അങ്ങോട്ട് മടക്കിയെടുത്തു. ഈ സെൻറ്റർ മടക്കി ഇങ്ങനെ പിടിച്ചു. സെൻറ്റർ മടക്കി ഇങ്ങോട്ട് പിടിച്ചു, കോണാക്കി എടുത്തിട്ട് നമുക്ക് ഒത്തിരി ഇറക്കല്ല വേണ്ടോ, കുഞ്ഞി ഇറക്കം വേണ്ടോ. അപ്പോൾ അതെ 2.5 ഇഞ്ച് ഇറക്കം എടുത്തിട്ടുള്ളൂ ഞാൻ. ഇവിടെ നമുക്ക് ഒരു തരിയാണ് ഇവിടെ വേണ്ടു. ഇവിടെ ഒരു 1/2 ഇഞ്ചൊക്കെ നമുക്ക് വേണ്ടു. അങ്ങോട്ട് എടുത്ത് ആ തുണിയിൽ തന്നെ നമുക്ക് അത് കിട്ടിയേ. നമ്മുടെ കൈ ശരിയാക്കാം. കണ്ട ഡബിൾ കൈ. അപ്പോൾ ഇതിനെ മടക്കി നമ്മൾ യോജിപ്പിക്കുക ഇങ്ങനെ. എന്നിട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കുക. എന്നിട്ട് അടിക്കുക. ആണ് നമ്മുടെ ഡബിൾ കൈ. ഇത് മനസ്സിലായല്ലോ. കൈ രണ്ടെടുത്ത് നമ്മൾ ഇത് വള്ളിയാണ് വെക്കണം. നമ്മൾ ഞാനിപ്പോൾ ഒരു 3 ഇഞ്ച് വീതിയിലാണ് വള്ളി എടുക്കണം. 3 ഇഞ്ച് ഇവിടെ കിട്ടുമെന്ന് നോക്കട്ടെ. 2.5 ഇഞ്ച് വീതി എടുത്താൽ മതി.
ഇത് വള്ളിയാണ്. ഈ വള്ളി അടിക്കുമ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതൊന്ന് നടുമടക്കാം. നമ്മൾ നടുമടക്കി ഇവിടെ കോണാക്കിയിട്ട് അടിക്കണം. അങ്ങനെ കോണാക്കി അങ്ങനെ അടിച്ച് ഇവിടെ നിന്ന് ഇങ്ങോട്ട് കോണാക്കി എടുത്ത് ഇങ്ങോട്ട് അടിച്ച് അത് നേരെ പോകണം. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് കുത്തി മറിച്ചെടുക്കണം. അപ്പോൾ അത് നല്ല ഭംഗിയുണ്ടാവും.